ഇസ്രായേലിനെ 4 വശവും ചേർന്ന് പ്രതിരോധിക്കുകയാണ് ഇറാൻ. ഒടുവിൽ ഇപ്പോൾ ഇറാനൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ സന്ധിയില്ലാത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഹൂതികളും. യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതി വിമതർ ഔദ്യോഗികമായി പോരാട്ടത്തിൽ പങ്കുചേർന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേലിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ അണുശക്തി ഗവേഷണ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടാണ് ഹൂതികൾ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതോടെ മേഖലയിൽ ആണവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മാർച്ച് 28-ാം തീയതി പുലർച്ചെ യമനിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടായതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നെഗീവ് മരുഭൂമിയിലെ ഷിമോൺ പെരസ് നെഗീവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ അഥവാ ഡിമോണ ന്യൂക്ലിയർ സൈറ്റിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് ആക്രമണത്തെ തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ അത്യന്തം സുരക്ഷാ പ്രാധാന്യമുള്ള ആണവ നിലയമാണിത്. ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെയാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായ യുദ്ധത്തിൽ തങ്ങൾ നേരിട്ടിടപെടാൻ തയ്യാറാണെന്നും തങ്ങളുടെ വിരലുകൾ തോക്കിന്റെ ട്രിഗറിലാണെന്നുമാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. പലസ്തീൻ, ഗാസ, ഇറാൻ, ഇറാഖ്, ലെബനൻ എന്നിവിടങ്ങളിൽ സൈനിസ്റ്റ് ശക്തികൾ നടത്തുന്ന കടന്നുകയറ്റത്തിന് അറുതി വരുത്താനാണ് യമൻ സായുധ സേന ഈ പോരാട്ടത്തിൽ ഭാഗമാകുന്നതെന്നാണ് ഹൂതികളുടെ നിലപാട്. ഇറാനും മറ്റ് സഖ്യകക്ഷികൾക്കുമെതിരായ ആക്രമണം ഉടൻ നിർത്തണമെന്നും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത്. സംഭവങ്ങളുടെ ഗതി പരിശോധിക്കുമ്പോൾ ഇതൊരു പ്രതികാര നടപടിയുടെ തുടർച്ചയാണെന്ന് വ്യക്തമാകും. മാർച്ച് 21-ന് ഇറാൻ സൈന്യം തെക്കൻ ഇസ്രായേലി നഗരങ്ങളായ ഡിമോണയിലും അരാദിലും നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൂതികളും രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനിലെ നതാൻസ് ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയായാണ് തങ്ങൾ ഡിമോണയെ ലക്ഷ്യമിട്ടതെന്ന് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ പരമ്പരയുടെ അടുത്ത ഘട്ടമായാണ് ഇപ്പോൾ യമനിൽ നിന്നുള്ള മിസൈലുകൾ ഇസ്രായേലിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് തെക്കൻ ഇസ്രായേലിൽ വലിയ തോതിലുള്ള പരിഭ്രാന്തിയാണ് നിലനിൽക്കുന്നത്. മിസൈൽ ആക്രമണത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. പലയിടങ്ങളിലും വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഡിമോണയിലെ ജനവാസ മേഖലകളിൽ മിസൈലുകൾ പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിയത് സൈനിക വൃത്തങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട്. അതേസമയം ആണവ നിലയത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിവരികയാണ്. നിലവിൽ ഡിമോണ ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചതായോ മേഖലയിൽ അസാധാരണമായ തോതിൽ വികിരണങ്ങൾ കണ്ടെത്തിയതായോ സൂചനകളില്ലെന്ന് IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി അറിയിച്ചു. എന്നിരുന്നാലും ആണവ നിലയങ്ങൾക്ക് സമീപം സൈനിക നടപടികൾ ഒഴിവാക്കണമെന്നും പരമാവധി സംയമനം പാലിക്കണമെന്നും അദ്ദേഹം ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. 1958-ൽ സ്ഥാപിതമായ ഡിമോണ ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങളുടെ കേന്ദ്രമാണ്. ഔദ്യോഗികമായി ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ലെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ ആണവ ശേഖരങ്ങളിലൊന്ന് ഇവിടെ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബക്കർ ഖാലിബാഫ് ഈ സംഭവത്തെ യുദ്ധത്തിലെ ഒരു നിർണായക വഴിത്തിരിവായാണ് വിശേഷിപ്പിച്ചത്. ഡിമോണയെ സംരക്ഷിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നത് അവരുടെ പ്രതിരോധ പരാജയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സാഹചര്യം അതീവ ഗുരുതരമാണെന്ന് സമ്മതിച്ചു. രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലെ ഏറ്റവും പ്രയാസകരമായ രാത്രികളിലൊന്നാണ് ഇതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. റഷ്യ ഉൾപ്പെടെയുള്ള ആഗോള ശക്തികളും ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആണവ നിലയങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഒരു വൻ ദുരന്തത്തിന് കാരണമാകുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. യമനിലെ ഹൂതികൾ കൂടി യുദ്ധത്തിൽ നേരിട്ടിടപെടുന്നതോടെ മേഖലയിലെ സംഘർഷം നിയന്ത്രണാതീതമാകാനാണ് സാധ്യത. ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിനകം തന്നെ ഗാസയിൽ 72,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഈ സംഘർഷം ഇപ്പോൾ ആണവായുധ കേന്ദ്രങ്ങളെ വരെ ലക്ഷ്യം വയ്ക്കുന്നതിലേക്ക് വളർന്നിരിക്കുകയാണ്. ഓരോ ആക്രമണവും അതിനുള്ള മറുപടിയും മേഖലയെ ഒരു മഹാദുരന്തത്തിലേക്കാണ് നയിക്കുന്നത്.